പ്രാർത്ഥനകളുടെ പൊങ്കാല പുണ്യം നുകർന്ന് ഭക്തലക്ഷങ്ങൾ. ഉച്ചയ്ക്ക് 1:15 ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ വഴിനീളെ ഒരുക്കിയ പൊങ്കാലക്കലകളിൽ പുണ്യാഹം തെളിച്ചു. ആദിപരാശക്തിയായ അമ്മയ്ക്ക് മുന്നിൽ നോവും നിറവുകളും സമർപ്പിച്ച് ഭക്തർ ആത്മസായുജ്യമടഞ്ഞാണ് മടങ്ങിയത്. അനന്തപുരിയെ ഭക്തിയിലാക്കി ആറ്റുകാൽ പൊങ്കാല. രാവിലെ 9:45 ക്ഷേത്രത്തിൽ ശുദ്ധ പുണ്യാഭിഷേകം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമായത്. ദീപം വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിന് മുന്നിലൊരുക്കിയ പണ്ടാര അടുപ്പിലും പകർന്നു. പിന്നാലെ ഭക്തർ ഒരുക്കിയ അടുപ്പുകളും എരിഞ്ഞു തുടങ്ങി. ചെണ്ടമേളവും കരിമരുന്ന് പ്രയോഗവും അകമ്പടിയേകി. ശേഷം 1:15 ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ ഒരുക്കിയ പൊങ്കാലക്കലങ്ങളിൽ പുണ്യാഹം തളിച്ചു. അകമ്പടിയായി വിമാനത്തിൽ നിന്നുള്ള പുഷ്പവൃഷ്ടി. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല നിവേദിച്ച ശേഷം ഭക്തലക്ഷങ്ങൾ വീടുകളിലേക്ക് മടങ്ങി. വെള്ള നിവേദ്യം ഉൾപ്പെടെ ഒട്ടേറെ നിവേദ്യങ്ങളാണ് ഭക്തർ തയ്യാറാക്കിയിരുന്നത്. ഇങ്ങോട്ട് പോവാൻ നിൽക്കുന്നു. പൈസ ഇട്ട് ഒരുപാട് ആളുണ്ടായിരുന്നു. നല്ല മനോഹരമായ നല്ല കാഴ്ചകളായിരുന്നു. എല്ലായിടും ഒക്കെ പോയി കറങ്ങിയൊക്കെ എടുത്തു വന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു. ആഹാരം കഴിച്ച് പൊങ്കാല പുണ്യം ഏറ്റുവാങ്ങി മടങ്ങിയ ഭക്തർക്ക് ഇനി അടുത്ത പൊങ്കാല വരെ കാത്തിരിപ്പ്. ജനം, തിരുവനന്തപുരം.